ചന്ദനലേപ സുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ. മൈവർണ്ണപ്പെട്ടി തുറന്നു കൊടുത്തത് യൗവനമോ ഋതുദേവതയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയോ. ചന്ദനലേപ സുഗന്ധം ചൂടിയതാരു കാറ്റു കാമിനിയോ. ഇന്ന് നമുക്കൊരു പ്രത്യേക അതിഥിയാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. വളരെ കഷ്ടപ്പെട്ടിട്ടാണ് ഈ മത്സരാർത്ഥിയെ നമുക്ക് ലഭിച്ചത്. കാരണം ഇതിൻ്റെ സംഘാടകരെല്ലാം മദ്രാസിൽ പോയി രജനീകാന്തിനെ കണ്ട് അദ്ദേഹത്തിനെ കണ്ട് കാലിൽ വീണ് പറഞ്ഞു, നിങ്ങളുടെ മകളെ ഈ പറയാം നേടാം എന്ന ഷോയിൽ ഒന്ന് അയക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെ ഇവിടെ എത്തി ആദരപൂർവ്വം സ്നേഹപൂർവ്വം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു രജനീകാന്തിൻ്റെ മകൾ ശ്രുതി രജനീകാന്ത്. ഞാന് ഇവിടെ ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഒരു കാര്യം ഞാൻ കേട്ടു. ശരിക്കും അല്ലേ? ശരിക്കും രജനീകാന്തിന്റെ മോള് തന്നെ. രജനീകാന്ത് അല്ലെന്നേ ഉള്ളൂ. പാവം എന്റെ രജനീകാന്ത്. ഈ പാവം രജനീകാന്ത് എന്ന് പറയുമ്പോൾ എവിടെയുള്ള രജനീകാന്ത്? അത് അമ്പലപ്പുഴ, ആലപ്പുഴ. അമ്പലപ്പുഴ എന്റെ നാടാണ്. എന്റെ നാടും അമ്പലപ്പുഴയാണ്. ശരി. അപ്പൊ നിങ്ങളെയൊക്കെ തെറ്റിദ്ധരിപ്പിച്ചതിന് സോറി ചോദിക്കുന്നു. ചക്കപ്പഴം സീരിയലിലെ ഏത് കഥാപാത്രമാണ്? പൈങ്കിളി. പൈങ്കിളി. പൈങ്കിളി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ശ്രുതിയാണ് ഇന്ന് നമുക്ക് ഇവിടെ നമ്മുടെ അതിഥിയായിട്ടും മത്സരാർത്ഥിയായിട്ട് വന്നിരിക്കുന്നത്. ഒട്ടും സമയം കളയാതെ തുടങ്ങാം. കാരണം ഓട്ടംതുള്ളൽ, പ്രസംഗം, പാട്ട്, കവിത എന്ന് വേണ്ട പിന്നെ ഞെട്ടിക്കുന്ന ചില അനുഭവ കഥകൾ. ഓക്കെ, വെൽക്കം ടു ദ സീറ്റ്. ശ്രുതി, ഈ ഷോ കണ്ടു കാണുമല്ലേ? എന്തായാലും ഒരു അമ്പലപ്പുഴക്കാരനും ഒരു അമ്പലപ്പുഴക്കാരിയും കൂടെ പറയാൻ നേടാമില് നമ്മൾ മത്സരിക്കാൻ പോവാണ്. അതെ, അതുകൊണ്ട് നമ്മൾ ഒരേ നാട്ടുകാരാണെന്നുള്ള സ്നേഹത്തോടു കൂടി ക്വസ്റ്റ്യൻ ചോദിക്കണം. അല്ല, എനിക്ക് അങ്ങനെയുള്ള സ്നേഹമൊക്കെ ഉണ്ട്. 3 സെഗ്മെന്റ് ആണ്: കേറിവാടാ മക്കളെ, സവാരി ഗിരിഗിരി, രാജമാണിക്യം. അപ്പൊ ആദ്യം കേറിവാടാ മക്കളെയാണ്. പിടിച്ചാലോ? കേറിവാടാ മക്കളെ. പിന്നെ ഒരു കാര്യം കൂടെ പറയാം. ഇന്നത്തെ മുഴുവൻ ചോദ്യം, അതായത് ഈ പ്രോഗ്രാമിലുള്ള മുഴുവൻ ചോദ്യവും ശ്രീകൃഷ്ണപുരത്തെ നക്ഷത്ര തിളക്കം എന്ന് പറഞ്ഞ സൂപ്പർ ഹിറ്റ് പടത്തിൽ നിന്നാണ്. അതായത് ആരൊക്കെയാണെന്ന് കണ്ടോ? നഗ്മ, ഇന്നസെന്റ്, ജഗദീഷ് ശ്രീകുമാർ, കൊച്ചിൻ അനീഫ, ജഗദീഷ്, KPC ലളിത, പിന്നെ എന്ന് വേണ്ട ഒത്തിരി ആൾക്കാരുണ്ട്. ബിന്ദു പണിക്കര്, കലാരഞ്ജിനി എന്ന് വേണ്ട ഇവരെല്ലാരും കൂടെ തകർത്ത് അഭിനയിച്ച ഒരു സിനിമയാണ്. ഞാനൊരു 10-15 പ്രാവശ്യം കണ്ടാണ്. കാരണം വേറെ ഒന്നുമല്ല, നമുക്ക് എന്ത് രസമാണ് അല്ലേ അതിനകത്ത് ഓരോ ഡയലോഗും. അതായത് ഈ ഒരു നഗ്മ എന്ന് പറഞ്ഞ ഒരു സിനിമ നടിയെ കാണാനുള്ള ആഗ്രഹവും അതിനെ തുടർന്നുള്ള കഥകളും. അപ്പൊ കേറിവാട മക്കളയിൽ ആദ്യത്തെ ചോദ്യത്തിലോട്ട് കടന്നാലും? കേറിവാട മക്കളയിൽ ഇതാ ആദ്യത്തെ ചോദ്യം. മുൻഷി പരമേശ്വരൻ പിള്ളയുടെ വീടിന്റെ പേര് എന്താണ്? A. ശാന്തിനിലയം, B. സ്നേഹനിലയം, C. സ്നേഹാലയം. 20 seconds, your time starts now. C. സ്നേഹാലയം. ഒന്നുകൂടെ ആലോചിക്കണോ? കുറച്ച് സെക്കൻഡൂടെ മിച്ചമുണ്ട്. ആയിരിക്കും. എന്റെ ഓർമ്മയിൽ അത് തന്നെയാണ്. പേടിപ്പിക്കുന്നോ? അതായിരിക്കും. ഞാനൊരു ക്ലൂ തരാം. എന്താണ് ഒരു അതെ, അമ്പലപ്പുഴക്കാർ. അതാ ഞാൻ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. അതായത് നമുക്ക് എപ്പോഴും വേണ്ട ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട്, അതുമായിട്ട് കണക്റ്റഡ് ആണ്. A. ശാന്തിനിലയം, സ്നേഹനിലയം, സ്നേഹാലയം. C. സ്നേഹാലയം. C. നമുക്ക് എല്ലാവർക്കും വേണ്ട സ്നേഹമല്ലേ? അപ്പൊ ഞാൻ എടുത്തിട്ട് പൂട്ടട്ടെ? പൂട്ടിക്കോ. സി. സ്നേഹാലയം ഞാൻ എടുത്തിട്ട് പൂട്ടിയിരിക്കുകയാണ്. അവിടെ കിടക്കട്ടെ. അതെ. ഓക്കെ,
അപ്പം എന്തൊക്കെയാണ് ഹോബീസ് ശ്രുതിയുടെ? ഡാൻസിങ് ആണ് ഹോബി, മെയിൻ ഹോബി. ഓട്ടംതുള്ളലുണ്ടെന്ന് പറഞ്ഞു. ഓട്ടംതുള്ളൽ അത് നമ്മള് സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും ഞാൻ സ്കൂളിൽ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, ഈ കേരള പിറവിക്ക് ഓട്ടംതുള്ളൽ ചെയ്യാൻ പറ്റുമോ, നമ്മൾ അമ്പലപ്പുഴക്കാർക്ക് ഇങ്ങനെ ഇതൊക്കെ ഉള്ളതാണല്ലോ. അപ്പം ഞാൻ ഇത് പഠിച്ചിട്ടില്ല, കണ്ടിട്ടുള്ളതേ ഉള്ളൂ. അപ്പം ഞാൻ അവിടുത്തെ ആശാനുണ്ട്, അപ്പൊ കണ്ണച്ചേട്ടൻ്റെ അടുക്കേ ചെന്നിട്ട്, സുരേഷ് വർമ്മ, കണ്ണച്ചേട്ടൻ്റെ അടുക്കേ ചെന്നിട്ട് ഞാൻ ചോദിച്ചു പഠിപ്പിക്കുമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ചെറിയച്ഛൻ്റെ ഫ്രണ്ടാ. അപ്പൊ ചേട്ടൻ പറഞ്ഞു ഇങ്ങനൊന്നും വന്ന് ഓട്ടംതുള്ളൽ പഠിക്കാൻ പറ്റത്തില്ല, ഇത് പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റത്തില്ല എന്നുകൊണ്ട് ഞാൻ ഓടിച്ചു വിട്ടു. അപ്പൊ ചേട്ടന്റെ ശിഷ്യയുണ്ട് മാളു ചേച്ചി, നമ്മുടെ ഇതാ ചേച്ചി പഠിപ്പിച്ചിട്ടാണ് അങ്ങനെ ഓട്ടംതുള്ളൽ കയറി. അത് ഒരുക്കണമെങ്കിൽ ഇവർക്ക് മറ്റേ ചാലിച്ച ചമയമാണല്ലോ, അപ്പൊ അതിന് കണ്ണച്ചേട്ടനാ വന്നേ. അപ്പൊ ചേട്ടൻ പോയില്ല ഒരുക്കിയിട്ട്, ഇതെന്താ ഇവള് കാണിക്കണേന്ന് അറിയാമെന്ന് പറഞ്ഞ് നോക്കി. പക്ഷെ ചേട്ടൻ അത് ഇഷ്ടപ്പെട്ടു. എന്നിട്ട് പിന്നെ ചേട്ടൻ എന്നെ പഠിപ്പിച്ചെന്ന് വെച്ചാൽ ബേസിക് തൊട്ടല്ല, നമ്മള് കുറെയൊക്കെ ഞാൻ ഇതിൽ നിന്ന് പഠിച്ചത് കൊണ്ട് പിന്നെ ഞാൻ അങ്ങനെ ഡിസ്ട്രിക്ട് പോയി ഫസ്റ്റ്. എങ്ങനെയാണ് പാടുന്നത്? എങ്ങനെയാണ് അതിന്റെ ആദ്യത്തെ ശ്ലോകം പാടാം. കുംഭീന്ദ്രൻ പോലെ വക്രം കുടവയറുമിയെന്നോരു ചാരുസ്വരൂപം, മുൻപിൽ ശ്രീ പാർവതിക്കും ശിവനുമിയ പിറന്നോരു ഓമലുണ്ണി ഗണേശ, വന്ദിച്ചുള്ളോരു വിഘ്നം തവ പദകമലം സന്തതം കൈതൊഴുന്നേ. അപ്പൊ എന്തായാലും സി സ്നേഹാലയം അല്ലേ? സി സ്നേഹാലയമാണ് നമ്മൾ എടുത്തിട്ട് പൂട്ടിയിരിക്കുന്നത്. തുടക്കം അമ്പലപ്പുഴക്കാരി എടുത്തു വെച്ച കാല് ഐശ്വര്യമായിട്ട് സി സ്നേഹാലയം തെറ്റാണ്. അയ്യോ, യു ആർ റോങ്. ദ കറക്റ്റ് ആൻസർ ഈസ് ശാന്തി നിലയം. ശാന്തി നിലയായിരുന്നു. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു നമുക്കെല്ലാം വേണ്ട ഒരു കാര്യം. ആദ്യം പറഞ്ഞു കേട്ടില്ല, ടെലികാസ്റ്റ് കേട്ടോളൂ. ആണല്ലേ? ഇത് കാണുന്നവർ എന്നെ ചവിട്ടി കൂട്ടല്ലോ. അപ്പൊ സ്നേഹമല്ല വേണ്ടത്, ശാന്തിയാണ്. അപ്പൊ ഇനി എനിക്ക് സ്നേഹം വേണ്ട, ശാന്തി മതിന്ന്. കേറി പാടാം മക്കളെ. ഇതാ രണ്ടാമത്തെ ചോദ്യം, ശ്രദ്ധിക്കൂ. പരമേശ്വരൻ പിള്ളയുടെ മൂത്ത മകൻ നന്ദകുമാർ ഏത് വിഷയത്തിന്റെ അധ്യാപകൻ ആണ്? എ ഇംഗ്ലീഷ്, ബി മലയാളം, സി ഹിന്ദി. ഹിന്ദി. ഇത് ഞാൻ പറയുന്നു. ഹിന്ദി ഉറപ്പിച്ചല്ലേ? ഹിന്ദി ഉറപ്പിച്ചു. നമ്മുടെ മാതൃഭാഷ മറക്കുകയാണോ? അല്ല, ഹിന്ദി ആയിരുന്നു പഠിപ്പിച്ചത്. തീർച്ചയാണോ? അത് തീർച്ചയാ. അപ്പൊ സി ഹിന്ദി. Congratulations, you are correct. You won 2000 rupees. Very good. ഇപ്പൊ തന്നെ അക്കൗണ്ടിൽ എത്തിയിട്ടുണ്ട്. അതാണല്ലോ അതിന്റെ ഒരു ഇത്. Correct. കേറി പാടാം മക്കളയിൽ മൂന്നാമത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. ഒരു വീഡിയോ. ചിലന്തി, തേൾ, പഴുതാര എന്നീ ജന്തുക്കൾ കടിച്ച വിഷം ഉള്ളിൽ ചെന്നു എന്ന് സംശയിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഒരു ഗ്ലാസ് ചൂടുവെള്ളത്തിൽ ഒരു ടേബിൾ സ്പൂൺ കലക്കി കുടിക്കുക. ശുഭം. ഞാനിപ്പോ തിരക്കിലാണ്. പോ. തിരക്കിനിടയിൽ കത്ത് പോസ്റ്റ് ചെയ്യാൻ മറക്കണ്ട. കത്തോ? ആർക്കടി കത്ത്? എടി ആർക്കാന്ന്? എന്തിനാ ചൂടാ? വീഡിയോ ഉണ്ടല്ലോ. ഈ രംഗത്തിൽ ജഗതിയുടെ കയ്യിൽ ഒരു മരുന്ന് കുപ്പി കാണുന്നുണ്ട് അല്ലേ? എന്താണ് ആ മരുന്നിന്റെ പേര്? എ പാഷാണ പൂഷാണ കസ്തൂരി, ബി പാഷാണ കസ്തൂരി, ബി പാഷാണ കസ്തൂരി തൈലം. പാഷാണ പൂഷാണ കസ്തൂരി, പാഷാണ കസ്തൂരി, പാഷാണ കസ്തൂരി തൈലം. എനിക്ക് ആക്ച്വലി ആ പടം കണ്ടപ്പോൾ നമ്മൾ അങ്ങനെ ആ പേര് ശ്രദ്ധിക്കുന്നില്ല. ജയശ്രീ സുകുമാരനെ നോക്കിയിരിക്കത്തേ ഉള്ളൂ. പക്ഷെ ലിപ് മൂവ്മെന്റ് വെച്ച് പാഷാണ പൂഷാണ കസ്തൂരി. പാഷാണ പൂഷണ കസ്തൂരി അല്ലേ? പൂഷാണ എന്തെങ്കിലും കസ്തൂരി ആകാനാണ് സാധ്യത. അപ്പൊ പാഷാണ പൂഷണ കസ്തൂരിയെ ഞാൻ എടുത്തങ്ങ് പൂട്ടി വെച്ച്
ഓക്കെ, അപ്പം എ പാഷാണഭൂഷണ കസ്തൂരിയാണ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരം ശരിയാണ്. വീണ്ടും 2000 രൂപ സമ്മാനമായി ലഭിച്ചിരിക്കുന്നു. വെരി ഗുഡ്. ഇപ്പോൾ അക്കൗണ്ടിൽ 4000 രൂപ എത്തിച്ചേർന്നിരിക്കുകയാണ്. ഓക്കെ, അതാണല്ലോ ഇതിന്റെ ഒരു അതിന്റെ ഒരു